CPM-ലെ നേതൃമാറ്റത്തിന്റെ ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണല്ലോ. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ പ്രായപരിധിയെ ചൊല്ലി പോളിറ്റ് ബ്യൂറോയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പിണറായി വിജയന്റെ ഒരു സ്ഥാനം മാറിയ അടുത്തത് MV ഗോവിന്ദൻ എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ചോദ്യം. കാരണം MV ഗോവിന്ദനാണല്ലോ പിണറായി കഴിഞ്ഞാൽ CPM-ൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്. അപ്പം CPM-ൽ നിന്ന് CPM-ൽ നിന്ന് MV ഗോവിന്ദൻ ഒരു നേതൃമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ള ആ ഒരു ആവശ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഫലം വന്നതിന് ശേഷം കൂടുതലായി ഉയർന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന കുറച്ച് തിരഞ്ഞെടുപ്പുകളുണ്ട്. അതായത് ലോക്സഭാ ഇലക്ഷൻ, കൂടാതെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, കൂടാതെ 3ഓളം ഉപതിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. 3-4 മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇതിലെല്ലാം CPM ഒരു ദയാദാക്ഷിണ്യമില്ലാതെ എല്ലാത്തിലും LDF പാർട്ടി തകരുകയാണ് ഉണ്ടായത്. ഒരിടത്ത് പോലും വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ അതിന്റെ ബാക്കിയായിട്ടായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായാലും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനലായിട്ടാണ് നിയമസഭാ ഇലക്ഷനിലെ LDF-നുണ്ടായ കനത്ത പരാജയം. ഈ സമയങ്ങളിലൊന്നും ഈ CPM അല്ലെങ്കിൽ LDF പാർട്ടിക്ക് ഉണ്ടായ ആ ഒരു ബലക്ഷയം കണ്ടെത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളോ പരിഹാര മാർഗങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ച. ഇത്രയും വലിയ വീഴ്ച ഉണ്ടാക്കിയ പാർട്ടി സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് ഈ ഒരു വേളയിലും വിമർശനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ചോദ്യം. ഈ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് എന്താണെന്ന് വെച്ചാൽ 35 സീറ്റിലേക്ക് ഈ CPM അല്ലെങ്കിൽ LDF ഒതുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ്. അല്ല, ഇപ്പോൾ 50-ന് മുകളിൽ ഒരു സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഈ ഒരു MV ഗോവിന്ദനെ ഇതുപോലെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. പിന്നെ ഈ തോൽവിക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, 10 വർഷത്തെ ആ ഒരു ഭരണം ഈ ഒരു ജനങ്ങളെ ആകെ മടുപ്പിച്ചു. ആ ഒരു മാത്രമല്ല, പല കാര്യങ്ങളിലും പാർട്ടി സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ ഈ പിണറായി വിജയന്റെയും മറുപടി ജനങ്ങൾക്ക് അത്ര സ്വീകാര്യമായിരുന്നില്ല. കൂടാതെ കണ്ണൂരിലെ പാർട്ടിയുടെ ആ ഒരു അമരത്വം, അല്ലെങ്കിൽ കണ്ണൂരിൽ പാർട്ടിയുടെ അമരത്തേക്ക് എത്തിച്ച KK രാഗേഷിനെ പോലെയുള്ള നേതാക്കൾ പാർട്ടിയെ വല്ലാതെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ TK ഗോവിന്ദനായാലും അല്ലെങ്കിൽ വികുഞ്ഞികൃഷ്ണൻ ആയാലും ഇതുപോലെ പാർട്ടിയിൽ നിന്ന് വിട്ടുമാറി സ്വതന്ത്രരായി മത്സരിച്ചത്. കൂടാതെ കൊട്ടാരക്കരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഐഷ പോറ്റി, അമ്പലപ്പുഴയിൽ G സുധാകരൻ, ഇവരെല്ലാവരും ഒരു പരിധി വരെ ഈ ഒരു MV ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന CPM പാർട്ടിയോട് ആകെ വിരക്തിയുള്ള, അല്ലെങ്കിൽ ഈ ഒരു CPM പാർട്ടിയോട് മുഴുവനായി താല്പര്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മാത്രമാണ് ഇതുപോലെ ഈ പാർട്ടി വിട്ടുപോയത്. ഈ പാർട്ടിയിലുള്ള വിശ്വാസം മുഴുവൻ നശിച്ചു പോയതിനു ശേഷം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയവരുണ്ട്. അതായത് കോൺഗ്രസിലേക്ക് പോയവരുണ്ട്, BJP-യിലേക്ക് പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് സഖാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ ഈ ഒരു CPM പാർട്ടിയിൽ നിന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് അണികൾ എന്തുകൊണ്ട് വിട്ടുപോകുന്നു, അവർ പോവാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കുഴിഞ്ഞുപോക്ക് ഒരു പരിധിയെങ്കിലും നിർത്താമായിരുന്നു. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഈ CPM അല്ലെങ്കിൽ പരമ്പരാഗതമായി CPM-ൽ നിന്ന് നൽകിയിരുന്ന ആ ഒരു വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇടിവ് വന്നത്. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ഇടിവ് വന്നത്. പക്ഷെ ഈ ഒരു പോയതിന്റെ ഒരു പോയിന്റ് മുഴുവൻ ഈ CPM-ൽ നിന്ന് വിട്ടുമാറി മറ്റു പാർട്ടികളിലേക്ക് പോയവരുടെ ആ ഒരു വോട്ട് ബാങ്ക് ഈ MV ഗോവിന്ദന്റെ ഒന്നും കണ്ണിൽ പെട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏറ്റവും വലിയ ഫാക്ടറാണ്. ഇതൊരു ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ള സെക്രട്ടറിയുടെ ഓരോ ചെയ്തികളോ അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഓരോ നടപടികളോ, ഇതെല്ലാം ഈ ഒരു പാർട്ടിയെ ഏറ്റവും കൂടുതൽ ബഹുദൂരം പിന്നോട്ടടിക്കുകയാണ്. അതേസമയം ജനങ്ങളുടെ ഏറ്റവും മനസ്സറിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ വർക്ക് ചെയ്തു വരുന്ന കോൺഗ്രസ് പോലെയുള്ള പാർട്ടി അല്ലെങ്കിൽ BJP ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും ഈ ജനങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഇറങ്ങി അവരുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതും. അതുമാത്രമല്ല, ഈ പണത്തിന്റെ ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ പോലും BJP-ക്ക് 3 സീറ്റ് നിയമസഭയിലേക്ക് കിട്ടിയതും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് CPM LDF ഇനി 3-ാം തവണയും വരും. അവിടെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വീണ്ടും ആകും. അവിടെ
പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനായി തന്നെ തുടരും എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി പോന്നപ്പോൾ ഈ ഒരു സഹാക്കളോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ അറിഞ്ഞിരുന്നില്ല CPM-ന്റെ ആ ഒരു കാലിന്റെ അടിയിലെ മണ്ണ് പതിയെ പതിയെ ഒലിച്ചു പോവുകയായിരുന്നു എന്ന്. 2022 കോടിയേരി ബാലകൃഷ്ണന് ശേഷം MV ഗോവിന്ദൻ ഈ സ്ഥാനം അലങ്കരിക്കുന്നത്. അതിനുശേഷമാണ് CPM-ൽ ഏറ്റവും കൂടുതൽ തോൽവി നേരിട്ടതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ലോക്സഭ തിരഞ്ഞെടുപ്പ്, ഇപ്പം നിയമസഭ, അതുപോലെ കുറേ ഇപ്പം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം CPM-ന് നേരിട്ടത് ഏറ്റവും വലിയ തോൽവിയാണ്. അപ്പം ഇത് മനസ്സിലാക്കി ഈ പിണറായി വിജയനായാലും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയും MV ഗോവിന്ദൻ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം സ്വയമേധയാ ഒഴിയുന്നതല്ലേ ഏറ്റവും നല്ലത്, പാർട്ടി ചവിട്ടി പുറത്താക്കുന്നതിൽ നല്ലത്? അങ്ങനെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് പോസിബിൾ ആണോ എന്ന് അറിയില്ല. പക്ഷേ ഇതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ പാർട്ടിയോട് തന്നെ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു, പ്രതിപക്ഷത്തിരിക്കാൻ പിണറായിയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ ഞാനും അല്ലാതെ യോഗ്യന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ ഇതോടെ തന്നെ ഈ ഒരു CPM എന്നുള്ള പാർട്ടിയുടെ അപജയം ഇവർ പരോക്ഷമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞാൽ പിന്നെ CPM പാർട്ടി അസ്തമിച്ചു എന്നുള്ളതാണ് ഇവർക്ക് തന്നെയുള്ള തോന്നൽ. അതാണ് ഈ CPM പാർട്ടിയുടെ അവസാന വാക്ക് ഈ MV ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ആണ് എന്നുള്ള ഒരു തോന്നൽ വരുത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു അപജയം. പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ CPM തന്നെ പുതുചേരി അല്ലെങ്കിൽ മറ്റൊരു ശബ്ദം ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു ഡൊമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ താല്പര്യക്കുറവ് കൊണ്ട് ഇവർക്കെതിരെയുള്ള താല്പര്യക്കുറവ് കൊണ്ട് മാത്രം മറ്റൊരു ശബ്ദം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു CPM-ലെ തന്നെ യുവാക്കൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പുതിയതായിട്ട് കിട്ടുന്ന വിവരം. MA ബേബിയുടെ ആ ഒരു അറിവോടെയാണ് ഈ ഒരു പുതുചേരി പുറപ്പെടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എന്ത് ചെയ്തിട്ടാണ് ഈ പയ്യന്നൂരിലെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ അല്ലെ V കുഞ്ഞികൃഷ്ണൻ ഇവരെ വർഗവഞ്ചരാക്കി ഇപ്പോഴും ചതിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മേലിൽ എന്ത് കുറ്റമാണ് CPM ചുമത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ MV ഗോവിന്ദന് പറയാനുള്ള ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ്. വെറുതെ കുറച്ച് താത്വികമായിട്ടുള്ള അവലോകനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഫിലോസഫിയോ പറഞ്ഞതുകൊണ്ട് മാത്രം അതിനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. അത് മാത്രമല്ല, ഈ P ജയരാജൻ ഈ രണ്ടുപേരെയും തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരെയും പാർട്ടിയിലേക്ക് എടുക്കാൻ ഇതായില്ല, വർഗവഞ്ചകർ എപ്പോഴും വർഗവഞ്ചകർ തന്നെയാണ് എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. പക്ഷേ ഈ ഇവരെ വർഗവഞ്ചരാക്കിയത് ഈ MV ഗോവിന്ദൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ് വർഗവഞ്ചകൻ അടിസ്ഥാനമെങ്കിൽ അവർ വർഗവഞ്ചകരായി തന്നെ തുടരട്ടെ, അവരവരുടെ തന്നെ നിലപാടിൽ തുടരട്ടെ, അവരവരുടെ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ തന്നെ തുടരട്ടെ. പക്ഷെ MV ഗോവിന്ദൻ ഒരു കാരണവശാലും പറയാൻ കഴിയില്ല താനൊരു ഉത്തമ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. അതിനുള്ള യോഗ്യത ഈ കുറച്ചു കാലം കൊണ്ട് ഈ MV ഗോവിന്ദൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്.